ഇറാനിലെ ഭരണവിരുദ്ധ പ്രതിഷേധങ്ങളും യുഎസിന്റെ ഇടപെടലും സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇതുവരെ പരസ്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. എന്നാൽ ഇറാനിലെ അസ്ഥിരതയുടെ പ്രത്യാഘാതങ്ങൾ മോസ്കോയിൽ അനുഭവപ്പെടുമെന്നാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ പറയുന്നത്. ഇറാനിലെ പ്രതിഷേധം എങ്ങനെയാണ് റഷ്യയെ ബാധിക്കുക? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. പുടിന്റെ ഭരണകാലത്ത് റഷ്യയുടെ പ്രധാന സഖ്യകക്ഷിയായി മാറിയിരുന്നു ഇറാൻ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദീർഘകാലമായുള്ളതാണ്. പാശ്ചാത്യ ഉപരോധങ്ങൾക്കെതിരെ ഒരുമിച്ച് നിന്ന ഇരു രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റിലെ സ്ഥിരതയ്ക്കും സൈനിക സഹകരണത്തിനുമാണ് ഊന്നൽ നൽകിയിരുന്നത്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ഡ്രോണുകളും മറ്റ് ആയുധങ്ങളും നൽകി പിന്തുണച്ചതും ഇറാനാണ്. ആണവ നയതന്ത്രം ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ തുടർച്ചയായി സഹകരിക്കുന്നുമുണ്ട്. എന്നാൽ വെനസ്വേലയിലെ പ്രശ്നങ്ങൾക്ക് പിന്നാലെ വരുന്ന ഇറാനിലെ അസ്ഥിരത മോസ്കോയെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. വെനസ്വേലയിലെ സൈനിക നടപടിയും ഓയിൽ ടാങ്കറുകളുടെ പിടിച്ചെടുക്കലും കാരണം റഷ്യ ഇതിനകം തന്നെ വലിയ നഷ്ടത്തിലാണെന്നാണ് രാഷ്ട്രീയ നയതന്ത്രജ്ഞൻ മിഖായിൽ ഷെൽറ്റിൽമാൻ പറയുന്നത്. ഇറാനിലെ അസ്ഥിരതയിൽ അമേരിക്ക ഇടപെടുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് റഷ്യക്ക് മറ്റൊരു സഖ്യകക്ഷിയെ നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്നാണ് ഷെൽറ്റിൽമാന്റെ വിലയിരുത്തൽ. തെഹ്റാനിൽ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. അതിൽ അമേരിക്ക ഇടപെട്ടേക്കാം. ഭരണകൂടം തകരുകയാണെങ്കിൽ വെനസ്വേലയിലെയും ഇറാനിലെയും എണ്ണയുടെ നിയന്ത്രണം അമേരിക്കയ്ക്ക് ലഭിക്കും. ഇറാനിൽ പുതിയതൊന്നും സജ്ജീകരിക്കേണ്ട ആവശ്യമില്ല. കരാറുകാരെ അവിടേക്ക് അയച്ചാൽ മാത്രം മതി അമേരിക്കയ്ക്ക്. ഇതിനോടകം തന്നെ അമേരിക്ക വെനസ്വേലയുടെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവിടെ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപം നടത്തുന്നതിനെക്കുറിച്ച് ട്രംപ് എണ്ണ കമ്പനികളുമായി ചർച്ച നടത്തി കഴിഞ്ഞുവെന്നും ഷെറ്റിൽമാൻ ചൂണ്ടിക്കാട്ടുന്നു. ഇറാനിലെ എണ്ണയുടെ നിയന്ത്രണം അമേരിക്കയ്ക്ക് ലഭിച്ചാൽ റഷ്യൻ എണ്ണയ്ക്ക് ആവശ്യം കുറയുമെന്നാണ് വിലയിരുത്തൽ. റഷ്യക്ക് ഒരു ഭൂരാഷ്ട്രീയ സഖ്യകക്ഷിയെ നഷ്ടപ്പെടുമെന്നതാണ് പ്രധാന ആശങ്ക. അത് ആയുധ വ്യാപാരത്തെയും ബാധിക്കും. ഇറാൻ തകർന്നാൽ റഷ്യയുടെ മിഡിൽ ഈസ്റ്റിലെ തന്ത്രങ്ങൾ പൂർണ്ണമായും തകരുമെന്നും വിശകലനങ്ങളുണ്ട്. സൈനിക സഹകരണമാണ് റഷ്യയെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു വിഷയം. ഉക്രൈൻ യുദ്ധത്തിൽ ഇറാൻ നൽകിയ ഡ്രോണുകൾ റഷ്യക്ക് നിർണായകമാണ്. അമേരിക്ക ഇറാനിൽ സ്വാധീനം ചെലുത്തിയാൽ തെഹ്റാനിൽ നിന്ന് റഷ്യക്ക് ലഭിക്കുന്ന ഷഹേദ് ഡ്രോണുകൾ ലക്ഷ്യം മാറ്റാനിടയുണ്ടെന്ന് ഷെറ്റിൽമാൻ പറയുന്നു. ഡ്രോണുകൾ യുക്രൈനിൽ നിന്ന് റഷ്യയിലേക്ക് പറക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇറാനിലെ സംഭവങ്ങൾ ചൈനയെയും റഷ്യയെയും ബാധിക്കുമെന്ന് മറ്റൊരു രാഷ്ട്രീയ ശാസ്ത്രജ്ഞനായ താര സാഗോറോസ്നിയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇറാനിൽ എണ്ണ കയറ്റുമതിയുടെ നിയന്ത്രണം യുഎസ് ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ചൈനയെ എല്ലാ വശങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിലാക്കുമെന്നാണ് സാഗോറോസ്നി മാധ്യമങ്ങളോട് പറഞ്ഞത്. വെനസ്വേലയിലെ സാഹചര്യത്തിനു ശേഷം ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ പകുതിയും അമേരിക്കയാകും നിയന്ത്രിക്കുക. യുഎസ് സമ്മർദ്ദം ചെലുത്തുകയും എണ്ണ വിപണി വിഹിതം എടുത്തു കളയുകയും ചെയ്യുന്നത് റഷ്യക്ക് വലിയ തിരിച്ചടിയാകുമെന്നും നിരീക്ഷകർ പറയുന്നു.